ദ്രവീകൃത പ്രകൃതിവാതകമായ CNG ഉപയോഗിക്കുന്ന KSRTC ബസ്സുകളും കാറുകളും ഓട്ടോറിക്ഷകളും വ്യാപകമായിട്ടും CNG പമ്പുകൾ പേരിന് മാത്രമേ ഉള്ളൂ. മിക്ക പമ്പുകളിലും മണിക്കൂറുകൾ കാത്തുകിടന്നാണ് ഓട്ടോറിക്ഷകൾ ഇന്ധനം നിറയ്ക്കുന്നത്. KSRTC ബസ്സുകൾക്ക് CNG നിറയ്ക്കാൻ പ്രത്യേക സമയം അനുവദിക്കണം എന്ന ആവശ്യവും ശക്തമാണ്. പെട്രോൾ, ഡീസൽ എന്നീ ഇന്ധനങ്ങളുടെ വില വർദ്ധിച്ചതോടെയാണ് ദ്രവീകൃത പ്രകൃതിവാതകമായ CNG ഉപയോഗിച്ചോടുന്ന KSRTC ബസ്സുകളും കാറുകളും ഓട്ടോറിക്ഷകളും വ്യാപകമായി നിരത്തിലിറങ്ങിയത്. എന്നാൽ CNG നിറയ്ക്കുന്ന പമ്പുകൾ ഓരോ ജില്ലയിലും വിരലിലെണ്ണാൻ പോലുമില്ല. ഇതുമൂലം മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട ഗതികേടിലാണ് ഓട്ടോ തൊഴിലാളികൾ. അത് ഇവിടെ വന്ന് ക്യൂവിൽ നിൽക്കുന്ന 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ നിന്നാണ് നമ്മൾ CNG അടിച്ചുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ എന്തോരം കൊണ്ടാണ് വീട്ടിനകത്ത് പോകുന്നത്. അപ്പൊ വെറുതെ CNG മാത്രം നമ്മൾ അടിക്കാൻ വന്നത്. അപ്പൊ നമുക്ക് ഓടണ്ടേ? ഇപ്പൊ ഓഫീസ് ടൈമിലാണ് വല്ല ഓടേണ്ട സമയം. ഈ ഓടേണ്ട സമയത്ത് നമ്മൾ ക്യൂവിൽ ഇവിടെ നിൽക്കുന്നു. ഇനി ഇതും അടിച്ച് നമ്മൾ അവിടെ പോകുമ്പോൾ വേറെ 10, 50, 100 രൂപയ്ക്ക് ഓടിയിട്ട് വേണം നമ്മൾ ഇനി അങ്ങ് പോകണം. CC അടയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ട്. കടം എടുത്താണ് ഇപ്പൊ അടയ്ക്കുന്നത്. വീട്ടിനകത്തുനിന്ന് കടം ഉരുപ്പടിയും ബ്ലേഡ് പലിശയ്ക്കും കടങ്ങൾ വാങ്ങിച്ച് എടുത്ത് വരുന്നത്. അവസാനം ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിൽ തന്നെ വരണം. അതെല്ലാം ഭയങ്കര ക്യൂവാ എല്ലായിടത്തും. ഇത് ഒരു വണ്ടി ഇങ്ങനെ ഇറക്കിയിട്ട് അതിനുള്ള ഇന്ധനം അടിക്കാനുള്ള ഇതൊക്കെ കൂടെ ചെയ്യണ്ടേ? നമുക്ക് ഇന്ധനം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളയിടത്ത് നിന്ന് എവിടെ നിന്നൊക്കെ ദൂരത്തിൽ നിന്നൊക്കെയാണ് ആൾക്കാർ ഓടി ഇവിടെ വരുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ സ്റ്റോക്ക്. അങ്ങനെ ഇവിടെ കിടന്ന് അടിച്ചിട്ട് പോകാനുള്ള ഒരു മാർഗ്ഗമേ ഉള്ളൂ. വേറെ ചെയ്യല്ല. ഈ ഓണ ടൈമും ഇതിലോട്ട് അങ്ങ് പോകും. പെട്രോൾ പമ്പിൽ CNG നിറയ്ക്കുന്നതിനെ ചൊല്ലി മിക്കയിടങ്ങളിലും തർക്കവും പതിവാണ്. ഓട്ടോറിക്ഷകൾ കാത്തുകിടക്കുമ്പോൾ KSRTC ബസ്സിന് ആദ്യം CNG നിറയ്ക്കുന്ന പതിവുമുണ്ട്. KSRTCക്ക് പ്രത്യേകം സമയം അനുവദിക്കണമെന്നതാണ് മറ്റൊരാവശ്യം. KSRTCക്ക് ഒരു നിശ്ചിത സമയം വയ്ക്കണം. ഞങ്ങളുടെ പെട്രോൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ 4.5 കിലോയാണ്. 4.5 കിലോ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പ്രഷറില്ലാത്ത 4.5 കിലോ കയറാറില്ല, എങ്കിലും 4.5 കിലോയാണ്. KSRTCയുടെ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 60-40 കിലോ എങ്കിലും ഇത്രയും സമയം ഏകദേശം ഒരു വണ്ടിക്ക് KSRTCയുടെ വണ്ടിക്ക് അടിക്കാൻ വേണ്ടി മാത്രം തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. CNG പമ്പുകളുടെ എണ്ണം കൂട്ടാതെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക പ്രയാസം. ജനം, തിരുവനന്തപുരം.